നമസ്കാരം, മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. കുന്നത്ത് മൊയ്തു മാസ്റ്റർ രചിച്ച മാപ്പിളപ്പാട്ട് സമാഹാരമായ ബദ്രോളി പ്രകാശനം ചെയ്തു. വടകര MP കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. സ്വന്തം നാട്ടിലും തുടർന്ന് കേരളത്തിനകത്തും പുറത്തും മാപ്പിളപ്പാട്ടിന്റെയും അറബി ഗാനങ്ങളുടെയും നറുമണവും ലാവണ്യവും എത്തിച്ചത് കുന്നത്ത് മൊയ്തു മാസ്റ്ററുടെ തൂലികയാണെന്ന് ജനം തിരിച്ചറിഞ്ഞു. അബ്ദുറഹ്മാൻ ഗുരുക്കൾ മാപ്പിള കലാ പഠന കേന്ദ്രം രചനകൾ സമാഹരിച്ച് ബദ്രോളി എന്ന പുസ്തകം പുറംലോകത്ത് എത്തിക്കുകയായിരുന്നു. ക്രസന്റ് ഹൈസ്കൂൾ അങ്കണത്തിൽ വടകര MP കെ മുരളീധരൻ പുസ്തകം പ്രകാശനം ചെയ്ത് റിയാസ് ലൂളി ഏറ്റുവാങ്ങി. മൊയ്തു മാസ്റ്ററെ കുറിച്ചൊക്കെ വളരെ വിശദമായി സ്വാഗത പ്രാസംഗികനും അധ്യക്ഷനും അതുപോലെ തന്നെ മറ്റ് ഇവിടെ സംസാരിച്ച പലരും ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പഴയകാല ഗാനങ്ങൾ എന്തിനാണ് ഒരു പുസ്തകം എഴുതുന്നതെന്ന് ചോദിച്ചാൽ മാപ്പിളപ്പാട്ടുകളെക്കുറിച്ചൊരു പുസ്തകം പ്രകാശനം ചെയ്യുന്നതിൻ്റെ മുഖ്യമായൊരു കാരണം മറ്റൊന്നുമല്ല, പഴയ തലമുറയിലെ ഗാനങ്ങൾ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. നമ്മുടെ പൈതൃകമായി നമുക്ക് ലഭിച്ച സ്വത്താണ് പഴയ കാലത്തെ മാപ്പിളപ്പാട്ടുകളെന്ന് പറയും. അതൊരു കാലഘട്ടത്തിൽ മലയാളത്തിനെ മുഴുവൻ ആനന്ദിപ്പിച്ചതായിരുന്നു. നമുക്കറിയാം, പല സിനിമാ ഗാനങ്ങളും മാപ്പിളപ്പാട്ടിൻ്റെ സിനിമാ ഗാനങ്ങൾക്കാണ് കൂടുതൽ പഴയ കാലത്ത് തന്നെ വലിയ പ്രചരണം ലഭിച്ചിട്ടുള്ളത്. മെഹബൂബിൻ്റെ ഒക്കെ പല ഗാനങ്ങളും ജനങ്ങളൊരു കാലത്ത് ഏറ്റവും നന്നായിട്ട് ആസ്വദിച്ചിരുന്നു. അതിനുശേഷമാണ് യേശുദാസൻ, ജയേന്ദ്രനൊക്കെയുള്ള തലമുറ. ആദ്യം മെഹബൂബിൻ്റെ ഗാനങ്ങൾക്കായിരുന്നു പഴയ കാലത്തുള്ള പ്രത്യേകത. ചടങ്ങിൽ PV അഹമ്മദ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. MK അഷ്റഫ് പുസ്തകം പരിചയപ്പെടുത്തി. ഗായകൻ ഫിറോസ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി. MP സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം CVM നജ്മ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P സുരയ്യ ടീച്ചർ, MK മജീദ്, ജലീൽ ചാലക്കണ്ടി, മുത്തലിബ് NK, അബൂബക്കർ വെള്ളയിൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കുന്നത്ത് മൊയ്തു മാസ്റ്റർ മറുമൊഴി നൽകി. CK കുഞ്ഞമ്മദ് മാസ്റ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിനെ VM ഖാലിദ് നന്ദി പറഞ്ഞു. തുടർന്ന് മാപ്പിളപ്പാട്ട് അരങ്ങേറ്റം, കോൽക്കളി, കളരിപ്പയറ്റ്, ഇശൽ വിരുന്ന് എന്നിവ നടന്നു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.